എന്നാൽ ഇന്ന് ചെന്ന എഴുത്തല്ല നോട്ടീസ് ചോദ്യം, വല്ലാത്ത ചോദ്യം, ഇത് വായിക്കാൻ പോലും പറ്റില്ല. പോക്കറ്റിരിക്കട്ടെ, അത് വായിക്കാൻ പറ്റാത്തൊരു ചോദ്യം. തിരിച്ച് എനിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല, അതൊക്കെ വിഷയത്തിലങ്ങ് വരും ആ മറുപടിയൊക്കെ കേട്ടോ. നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ മതി, കണ്ണൊക്കെ അടച്ചങ്ങ് ഇരുന്നതിന് മതി ചെറുതായിട്ട്. ഇസ്ലാമിക നിയമങ്ങളാ പറയുന്നത്. എന്റെ ഒന്നാമത്തെ കാസറ്റുകൾ കേട്ട് കാണും, ഭാര്യ ഭർത്തൃ ബന്ധം, കൈഫിയത്ത് ഇത്തിയാനിൽ മർഹത്തി, എങ്ങനെയാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സമീപിക്കേണ്ടത്. അവര് അൽഹംദുലില്ലാഹ് കാസറ്റ് കേട്ട് കുറെ സഹോദരങ്ങളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് സംശയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞു ഉസ്താദ്, ആരും പറയില്ല, ഉസ്താദ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാസം തോറും നടത്തുന്ന ക്ലാസ്സില് ആയിരങ്ങളോളം സ്ത്രീകൾ പങ്കെടുത്ത സദസ്സിൽ നമ്മൾ പറഞ്ഞ പ്രഭാഷണമാണ്. അന്നത്തെ ദിവസം സ്ത്രീകൾ മിണ്ടാതെ മൗനം ദീക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്. എല്ലാവരും റാഹത്താണ്. അതുകൊണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനും ലോകം അറിയാനും ഇതൊരു കാരണമായി. അപ്പൊ അതുകൊണ്ട് നിബിധങ്ങൾ നമുക്ക് എല്ലാ വശങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. പെണ്ണെന്താ, അവളെ കൊണ്ടുള്ള ഉപയോഗം എന്താ, ഗുണം എന്താ, നമ്മൾ എങ്ങനെയാണ് അവളെ സമീപിക്കേണ്ടത്, ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്, ഇത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ ആ ഒരു നിയമങ്ങൾക്ക് വിരുദ്ധമായി പാശ്ചാത്യൻ കാസറ്റുകളെല്ലാം ഇട്ടിട്ട് തന്റെ സ്വന്തം ഭാര്യയെ പോലും മൃഗതുല്യയാക്കിക്കൊണ്ടുള്ള ലൈംഗിക വീഴ്ചകൾക്കെതിരെ പരിശുദ്ധ ഇസ്ലാം തക്കതായ താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം വിവാഹം കൊണ്ടുള്ള ഉദ്ദേശം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മുവാഫഖത്തു മഹബ്ബത്തില്ലാഹി ഫീ തഹ്സീലിൽ വലദി ബിസ്സഈ ഫീ തഹ്സീലിൽ വലദി. കുട്ടികൾ ആ പരമ്പര നിലനിർത്തുന്നതിന് വേണ്ടി വിവാഹം കഴിക്കണം, പാരമ്പര്യം നിലനിർത്തണം, കുട്ടികളെ കിട്ടണം. ഈ കുട്ടികളിലൂടെയാണ് ഈ പാരമ്പര്യം നിലനിർത്തുക. അതിലൂടെ അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ ഒരു സൃഷ്ടി കൂടി ഉണ്ടാവുകയാണ് ഈ ലോകത്ത്, ഈ ദുനിയാവിൽ. അതിനുവേണ്ടി നിങ്ങൾ വിവാഹം കഴിക്കണം, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കും. പിന്നീട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുവാഫഖത്തു മഹബ്ബത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ തക്തീരി മുബാഹാതിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ ഈ സമുദായത്തിന്റെ ആധിക്യം കണ്ടുകൊണ്ട് സ്വർഗ്ഗലോകത്ത് സന്തോഷിക്കണം. എന്റെ ഉമ്മത്ത്, എന്റെ സമുദായത്തിന്റെ ആധിക്യം ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിക്കുന്നതിന് വേണ്ടി വിവാഹം അനിവാര്യമാണ്. വിവാഹത്തിലൂടെ മക്കളെ അധികരിപ്പിക്കുക. തവാലദു തനാകഹു തവാലദു തകാഫറു ഫഇന്നി ഉബാഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നിങ്ങൾ വിവാഹം കഴിക്കണേ, നിങ്ങൾ കല്യാണം കഴിക്കണേ, നിങ്ങൾ പ്രസവിക്കണേ, പ്രസവം നിർത്തരുത്, അധികരിപ്പിക്കണേ, പ്രസവിച്ചുകൊണ്ടേയിരിക്കണേ. നബിയുനാ റസൂലുള്ളാഹി എന്റെ സമുദായത്തിന്റെ ആധിക്യം കണ്ടുകൊണ്ട് ഞാൻ നാളെ സ്വർഗ്ഗലോകത്ത് ആഖിറത്തിൽ പരലോകത്ത് സന്തോഷിക്കുമെന്ന് ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്, തലബു തബറുക് ബിദുആഇൽ വലദി സ്വാലിഹി. സാലിഹായ കുഞ്ഞുമക്കളെ നമുക്ക് അല്ലാഹു സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ മാതാപിതാക്കൾക്കോ അല്ലാഹു സ്വാലിഹായ കുട്ടികളെ നൽകിയിട്ടുണ്ടെങ്കിൽ, ആ സ്വാലിഹായ കുട്ടികൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ചെയ്യുന്ന ദുആയുടെ ബർക്കത്ത് അത് ഈ മാതാപിതാക്കളുടെ ഖബറിലേക്കും അവരുടെ ജീവിതത്തിന്റെയും ഖൈറിനും നന്മയ്ക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് മക്കളെ വേണം. മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാലിഹായ മക്കളായിരിക്കണം, സ്വാലിഹത്തായ മക്കളായിരിക്കണം. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളായിരിക്കണം അവർക്ക് വേണ്ടത്. അതിന് വിവാഹം കഴിക്കണം, കല്യാണം കഴിക്കണം. അതിനോടുള്ള മക്കളാണ് സ്വാലിഹീങ്ങളായ മക്കൾ. അതിന് ഞാനൊക്കെ നേരത്തെ എന്റെ കുടുംബജീവിതത്തിന്റെ കാസറ്റുകളിൽ സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നൊക്കെ അതൊക്കെ മണിയറയിൽ കയറുമ്പോൾ ചെയ്യേണ്ട ദുആകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്നിനെ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, വിവാഹം കഴിക്കുന്നതിലൂടെ തലബു തബറു തലബു ശഫാഅതി ബിമൗതിൽ വലദി ബിസ്സഗീർ ലിബിമൗതിൽ വലദി സഗീർ. കുഞ്ഞുമക്കള് ബാല്യത്തിലെ മരിച്ചു പോകുമ്പോ ആ കുഞ്ഞുമക്കൾ മരണപ്പെട്ടതിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതാവ്, ഒരു പിതാവ്, ആ മാതാവിന്റെയും പിതാവിന്റെയും രോദനം മനസ്സിലാക്കിയിട്ട് ഈ കുഞ്ഞുമോൻ അല്ലെങ്കിൽ ഈ കുഞ്ഞുമോൾ ഈ മാതാപിതാക്കളെ നാളെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് വിശദീകരിക്കാൻ സമയം ഒരുപാടുണ്ട്. സംഭവങ്ങളൊക്കെ കൊച്ചു കുട്ടികളൊക്കെ മരിച്ചു പോകും. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മക്കള് മരിച്ചു പോയാല് ഉപ്പമാരും ഉമ്മമാരും വിഷമിക്കേണ്ട. ആ കുഞ്ഞ് നാളെ ആഖിറത്തിൽ സന്തോഷത്തോടുകൂടെ നിങ്ങളെ സ്വീകരിക്കാൻ നിൽക്കും. നബിയുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പൊന്നുമോന് മരിച്ചുപോയി നബിയേ,
വളരെ വിഷമത്തോടെ ഗദ്ഗതത്തോടുകൂടി അള്ളാന്റെ റസൂലിനെ സമീപിച്ച ആ സഹാബിയെ അള്ളാന്റെ റസൂല് സമാധാനിപ്പിച്ചത് എങ്ങനെയെന്നറിയോ? നിന്റെ മകനുണ്ടല്ലോ, നിന്റെ പൊന്നുമോനുണ്ടല്ലോ, യജുറു അബവൈഹി കമാ അനാ ആഖിദുൽ ആന ബിസൗബിക. അല്ലാഹുവിന്റെ റസൂൽ ആ വന്ന സഹാബിയുടെ വസ്ത്രത്തിനെ പിടിച്ച് മെല്ലെ വലിച്ചിട്ട് പറഞ്ഞു, ആ പൊന്നുമോന് നാളെ ആഖിറത്തിൽ ഈ ഉപ്പയെയും ഈ ഉമ്മയെയും ഇതേപോലെ വലിച്ചു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ സഹോദരാ, കുഞ്ഞുമക്കളെ മരിച്ചുപോയാൽ ആ കുഞ്ഞുമക്കളുടെ പേരിൽ വിരഹ ദുഃഖം അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് നാളെ ആ കുട്ടികൾ സ്വർഗലോകത്ത് വെച്ച് ശുപാർശകരായി ഓടിയെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നൽ അത്ഫാല യജുറൂന ബിസൗബി അബവൈഹി. നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങളെല്ലാം ഹിസാബിലും വിചാരണയിലും ആയിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, വലിയവരെല്ലാം വിചാരണയ്ക്ക് വേണ്ടി നേരിട്ട് കൊണ്ടിരിക്കുമ്പോ നേരത്തെ മരണപ്പെട്ടു പോയ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ കുഞ്ഞുമക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ മലക്കുകളോട് പറയാം, ഇദ്ഹബൂ ബിഹൗലാഇ ഇലൽ ജന്ന. ഇത് മുസ്ലിം സമുദായത്തിന്റെ കുഞ്ഞുമക്കളാ. ഈ കുഞ്ഞുമക്കളെ നിങ്ങൾ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുക. അവരെ ഈ വെയിലിന് നിർത്തരുത്. അവർക്കിവിടെ വിചാരണയില്ല, അവർക്കിവിടെ വിചാരണയില്ല. അങ്ങനെ ആ കുഞ്ഞുമക്കളെ വഹിച്ച് മാലാഖമാർ സ്വർഗലോകത്തിന്റെ വാതിൽക്കലേക്ക് വരുമ്പോ, മർഹബൻ ബിദുറാഇൽ മുസ്ലിമീൻ ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സ്വർഗലോകത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് മാലാഖമാർ അതാ മംഗളാശംസകൾ നേരുകയാ, അനുമോദനങ്ങൾ നേരുകയാണ്. ഈ മുസ്ലിം സമുദായത്തിന്റെ കുഞ്ഞുമക്കളെ, സന്തോഷത്തോടെ നിങ്ങൾ സ്വർഗലോകത്തേക്ക് കയറിക്കോ. സ്വർഗലോകത്തേക്ക് കയറാൻ മുഅ്മിനീങ്ങളായ കുട്ടികളോട് പറയുമ്പോ അവരൊരിക്കലും കയറുകയില്ല. അവർ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഐനാ ബാഉനാ വ ഉമ്മഹാതുനാ. ഞങ്ങളുടെ ഉപ്പ എവിടെ, ഞങ്ങളുടെ ഉമ്മ എവിടെ? ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇല്ലാതെ ലാ നദ്ഖുലുൽ ജന്ന, ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഫയതളാബൂൻ വയൽജൗന ലജ്ജതൻ വാഹിദാ. സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നവർ ബഹളം വെക്കുകയാണ്, അലമുറയിടുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഫയഖൂലുല്ലാഹു തബാരക വ തആല, ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാ, മാ ഹാദിഹിൽ ലജ്ജാ. മലക്കുകളെ, സ്വർഗലോകത്തിന്റെ പടിവാതിൽക്കൽ എന്തേ ഒരവശബ്ദങ്ങൾ കേൾക്കുന്നു? കുറെ കുഞ്ഞുമക്കളെ പൊട്ടിക്കരയുന്നുണ്ടല്ലോ, അതിന്റെ കാരണങ്ങൾ എന്തെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമ്പോ, റബ്ബനാ അത്ഫാലുൽ മുസ്ലിമീൻ. പടച്ചവനെ, മുസ്ലിം സമുദായത്തിന്റെ കുഞ്ഞുമക്കളാണ് അല്ലാഹ്. വഹും യഖൂലൂൻ, അവർ പറയുകയാണ്, ലാ ندخلul jannata illa ma'a abaina wa ummahatina. ഞങ്ങൾ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം, ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. ഞങ്ങളുടെ ഉപ്പയെയോ ഉമ്മയെയോ ബാല്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്, ശൈശവത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അവരുടെ ലാളന ഞങ്ങൾക്ക് ലഭിച്ചില്ല, അവരുടെ വാത്സല്യം ഞങ്ങൾ കണ്ടിട്ടില്ല, അവരുടെ ഒക്കത്തിരുന്ന് പാല് കുടിക്കാൻ അവസരം പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് നാദാ, ഞങ്ങൾ സ്വർഗത്തിൽ കടക്കണോ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ കാണിച്ചു തരണം. ഉടനെ പറയപ്പെടും മലക്കുകൾ, ഇന്നഹും യുഹാസബൂന അലൈഹാ വയുതാലബൂൻ
വഹും ലൈസൂ മിസ്ലകും, അവർ നിങ്ങളെ പോലെയല്ല, അവർ പാപങ്ങൾ ചെയ്തവരാണ്. ആ ഉപ്പമാരും ഉമ്മമാരും പാപങ്ങൾ ചെയ്തവരാണ്. യുഹാസബൂന അലൈഹാ വയുതാലബൂൻ, അവർ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാപങ്ങളിൽ നിന്ന് പരിഹാരം കാണുന്നതിന് വേണ്ടി വിചാരണയിലാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോ. ഇല്ല 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 എന്ന് പിടിവാശിയോടുകൂടി സ്വർഗലോകത്തിന്റെ വാതിൽക്കൽ നിന്ന് പൊട്ടിക്കരയുമ്പോ ഉടനെ അള്ളാന്റെ തർത്തീബ് വരികയാണ്, അള്ളാന്റെ ഓർഡർ വരികയാണ്. തഖല്ലലൂ അൽ ജുമുഅ വഖുദൂ ബിഐദി ആബായിഹിം വഉമ്മഹാതിഹിം, അവരെ ആ സമുദായത്തിന്റെ കൂട്ടത്തിന്റെ ജനക്കൂട്ടത്തിന്റെ ജനനിബിഡമായ സംഘത്തിന്റെ ഇടയിലേക്ക് ഇറക്കി വിടുക മലക്കുകളെ. അവരുടെ ഉപ്പമാരുടെ കൈക്ക് പിടിച്ചവർ സ്വർഗത്തിൽ പോട്ടെ, അവരുടെ ഉമ്മമാരുടെ കൈക്ക് പിടിച്ചവർ സ്വർഗത്തിൽ പോട്ടെ. അവരെ അങ്ങോട്ടേക്ക് വിടുക, അവരുടെ കണ്ണുനീര് കാണുക, അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുക്കുക. അവരുടെ ആവലാതി കാണണേ, അവരെ തടഞ്ഞു വെക്കരുതേ. ഉടനെ മലക്കുകൾ ആ കുട്ടികളെ, ഏതൊരു ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണോ ഇവർ, അവര് നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോയി വിടും. നേരെ അങ്ങോട്ടേക്ക് കയറി ചെല്ലും, അവരെ പിടിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പോകും. കമാ ആഖിദു ബിസൗബികൽ ആൻ, നിന്റെ വസ്ത്രം ഇപ്പൊ ഞാൻ പിടിക്കുന്നത് പോലെ ഈ കുഞ്ഞുമക്കൾ ആ മാതാവിനെയും പിതാവിനെയും പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ എന്താ സംഭവം? ഉപ്പയും ഉമ്മയും, നമുക്കൊരു കുഞ്ഞിനെ നമുക്ക് കിട്ടി, ആ ഉപ്പയും ഉമ്മയും ആ കുഞ്ഞിന്റെ ലാളന കാണുന്നതിന് മുമ്പ് ആ കുഞ്ഞ് മരിച്ചുപോയി. അവര് ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. ആ മാതാപിതാക്കളെ നാളെ സ്വർഗത്തിൽ കടത്താൻ ശുപാർശകരായി ശഫാഅത്തിന് വേണ്ടി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതിനാണ് കല്യാണം കഴിക്കുന്നത്, വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് കല്യാണം കഴിച്ച് മണിയറയിലേക്ക് കയറിയിട്ട് രണ്ടുപേരും കൂടെ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോ വേണ്ട കേട്ടോ, വേണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് മതി, ഫുൾ സ്റ്റോപ്പ്. മലക്കുകളെ മോളിൽ ഇരുന്നോണ്ട് ആമീൻ ആമീൻ, അല്ലാഹുവേ ഒരു 20 വർഷത്തേക്ക് ഇവക്ക് നീ കുട്ടിയെ കൊടുക്കല്ല അല്ലാ. കുട്ടികൾ ഉണ്ടാവാത്തതിന്റെ ഒക്കെ ഒരു മെയിൻ കാരണം അതാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. പണ്ട് പറഞ്ഞിട്ടുണ്ടോ, അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വണ്ടിയിലൊന്നും പോകാൻ പറ്റൂല, അടിച്ചു പൊളിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ, ഒരു 2 വർഷം ഒരു 3 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് പെൻഡിങ് വെക്കും. ആ പെൻഡിങ് അള്ളാഹ് അങ്ങോട്ട് സ്വീകരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടിയ കോൺക്രീറ്റ് കൊണ്ടുവന്ന്, നല്ല കട്ടിയാവുന്ന, പെട്ടെന്ന് കട്ടിയാവുന്ന സിമെന്റ് കൊണ്ടുവന്ന് ആ ഗർഭപാത്രത്തിന്റെ പിന്നെ അത് കുത്തിപ്പൊട്ടിക്കാൻ നോക്കി നടക്കില്ല. പിന്നെ കുറെ സദഖ ചെയ്ത് 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 പൊളിക്കാന്നുള്ളതല്ലാതെ വേറൊരു വഴികളുമില്ല ഇസ്തിഗ്ഫാറിലൂടെ. അതുകൊണ്ട് ഒരിക്കലും പറയരുത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരാൻ തീരുമാനിച്ചാൽ എപ്പോഴാണെന്നറിയില്ല, അത് കിട്ടുന്നത് വാങ്ങണേ, 2 കൈകളും നീട്ടി വാങ്ങണേ. അതുകൊണ്ട് എന്റെ പിൻതാരങ്ങളെ, സഹോദരിമാരെ, മണിയറയിലേക്ക് നിന്നെ സ്വീകരിക്കുന്ന നിന്റെ ഭർത്താവിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കണേ പെങ്ങളെ. വേണ്ടാന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അടുത്തപടിയായി നിക്കാഹ് കഴിക്കുന്നത് എന്തിനെന്നറിയോ? കസ്റു ശഹവതി, തന്റെ ശാരീരികമായ വികാര വിചാരങ്ങൾ അടക്കുന്നതിന് വേണ്ടിയാണ്, ഒതുക്കുന്നതിന് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കുന്നതിന്, തന്റെ ഭാര്യമാരെ സമീപിക്കുന്നതിന് പകരം വേശ്യാവൃത്തിയിലേക്ക് പോകരുത്. വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുന്നവരോട്, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പരിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പാണ്. സൂറത്തുൽ മാഇദ അത് വിശദീകരിച്ചു തരികയാണ്. മുഹ്സിനീൻ ഗൈറ മുസാഫിഈൻ വലാ മുത്തഖിദീ അഖ്ദാൻ, മുഹ്സനാത്തിൻ ഗൈറ മുസാഫിആത് വലാ മുത്തഖിദാതി അഖ്ദാൻ. രഹസ്യ കാമുകിമാരെ വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിന്റെ സഖിയാക്കാൻ നീ ആഗ്രഹിക്കല്ലേ, കൊതിക്കരുതേ. അത് അപരാധമാണ്, അത് അധർമ്മമാണ്, തെറ്റാണ്.